Hi everyone, today we will discussing about the duty of the test engineer. Okay, test engineer and test lead. ഇത് രണ്ടുപേരുടെയും ഡ്യൂട്ടിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ടെസ്റ്റ് എഞ്ചിനീയറിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് നോക്കാം. എ ടെസ്റ്റ് എഞ്ചിനീയർ ഈസ് എ റെസ്പോൺസിബിൾ ഫോർ ചെക്കിംഗ് വെദർ ദ സോഫ്റ്റ്വെയർ വർക്ക് പ്രോപ്പർലി കറക്റ്റ്ലി, അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ കറക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുന്ന ആളാണ് ടെസ്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പം ഒരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്നൊരു പോസ്റ്റ് പോലെ തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റർ അല്ലെങ്കിൽ ടെസ്റ്റ് എഞ്ചിനീയർ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ പോസ്റ്റിലുള്ള ആൾ ചെയ്യുന്ന മെയിൻ വർക്കാണ് സോഫ്റ്റ്വെയർ കറക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നുള്ളത്. ഇനി അതിനകത്തുള്ള ഈ സോഫ്റ്റ്വെയർ ടെസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ദ റിക്വയർമെന്റ്. റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പ്രൊജക്ട് റിക്വയർമെന്റ് ക്ലിയർലി. അതായത് ഒരു പ്രൊജക്ട് റിക്വയർമെന്റ് കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യും, അത് മനസ്സിലാക്കാനും നോക്കണം. അതാണ് ഫസ്റ്റത്തെ റിക്വയർമെന്റ്. സെക്കൻഡ് വൺ, ടെസ്റ്റ് കേസ് പ്രിപ്പറേഷൻ. റൈറ്റ് ദ ഡീറ്റെയിൽ ടെസ്റ്റ് കേസ് ആൻഡ് ടെസ്റ്റ് സെനാരിയോ. അതായത് ടെസ്റ്റ് കേസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു വെബ്സൈറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനകത്തൊരു ലോഗിൻ പേജ് ഉണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് ലോഗിൻ, അതായത് യൂസർ നെയിമും പാസ്വേഡ് അടിക്കുമ്പം ലോഗിൻ റീഡയറക്റ്റ് ചെയ്ത് നമുക്ക് ഹോം പേജിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഫസ്റ്റ് തന്നെ എന്താണ്, ലോഗിൻ പേജ് നമ്മൾ ലോഡ് ചെയ്യണം. ലോഡ് ചെയ്തിട്ട് എന്താണ്, നമ്മൾ കറക്റ്റ് പാസ്വേഡ് അടിച്ച് കയറണം. എന്നിട്ട് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പം എങ്ങോട്ടാണ്, ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കും. അതാണ് ഈ ടെസ്റ്റ് കേസും ടെസ്റ്റ് സെനാരിയോ എന്താണെന്നുള്ളത്. ഇതിപ്പോൾ ഇത്രയും നിങ്ങൾ ബ്രീഫായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന് കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട്. ടേബിൾ ഫോർമാറ്റിൽ എഴുതുന്ന എല്ലാം ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതാണ് ടെസ്റ്റ് കേസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓരോന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതി വെക്കും. എന്നിട്ട് ആ രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് എക്സിക്യൂഷൻ ആണ്. ഓക്കെ, ടെസ്റ്റ് എക്സിക്യൂഷൻ എന്ന് വെച്ചാൽ എക്സിക്യൂട്ട് ദ ടെസ്റ്റ് കേസസ്. അതായത് നമ്മളിപ്പോൾ മുന്നത്തെ സ്റ്റെപ്പിൽ, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മളിതെല്ലാം എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ നെയിം നമ്മൾ എൻ്റർ ചെയ്തു, പാസ്വേഡ് എൻ്റർ ചെയ്തു, ലോഗിൻ ക്ലിക്ക് ചെയ്തു, ഇന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കും. ഇനി തേർഡിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടെസ്റ്റ് കേസസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഐഡന്റിഫൈ ദ ബഗ് ഓർ ഡിഫക്റ്റ്. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്, ബഗ് അല്ലെങ്കിൽ ഡിഫക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതുപോലെ തന്നെ ഈ ടെസ്റ്റ് കേസ് നമുക്ക് രണ്ട് രീതിയിൽ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് മാനുവൽ ആയിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർത്ത് വൺ എന്ന് വെച്ചാൽ ഡിഫക്റ്റ് റിപ്പോർട്ടിംഗ്. റിപ്പോർട്ട് ബഗ് ഇൻ ടൂൾസ് ലൈക്ക് ജിറ. പ്രൊവൈഡ് ദ ക്ലിയർ സ്റ്റെപ്പ് ടു റീപ്രൊഡ്യൂസ് ദ ഇഷ്യൂ. ഓക്കെ, അതുപോലെ തന്നെ ഈ ജിറ പോലുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മൾ ബഗ്സ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പ്ലാറ്റ്ഫോം അല്ല, ഒരു ടൂളാണ്. ഓക്കെ, അപ്പോൾ ആ ടൂൾ വെച്ചിട്ട് നമ്മൾ ഡെവലപ്പേഴ്സിന് അറിയിച്ചു കൊടുക്കും. ഡെവലപ്പേഴ്സോട് പറയാണ് ഇന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഈ ഈ ഒരു ഇഷ്യൂ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഇഷ്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ ലോഗിൻ റീഡയറക്റ്റ് ചെയ്ത് പോകുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ കണ്ടുപിടിച്ചെങ്കിൽ നമ്മൾ പറയണം ഞാൻ ഇന്ന യൂസർ നെയിമും പാസ്വേഡും കറക്റ്റായിട്ട് എൻ്റർ ചെയ്തപ്പോൾ അങ്ങനെ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. എന്നാലാണ് അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഡിഫക്റ്റ് റിപ്പോർട്ടിങ്ങിന് വരുന്ന വേറൊരു കാര്യം. നെക്സ്റ്റ് വൺ ഈസ് ദ റീടെസ്റ്റിംഗ് ആൻഡ് റിഗ്രഷൻ ടെസ്റ്റിംഗ്. ഓക്കെ, റീടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബഗ് ഫിക്സ് ചെയ്തു നമ്മളത് ഡെവലപ്പറിന് പറഞ്ഞു, ഡെവലപ്പർ അത് ആ ബഗ് ഓക്കെ ആക്കി. ഇപ്പം ലോഗിൻ യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തിട്ട് അത് റീഡയറക്റ്റ് ചെയ്ത് ഹോം പേജിലേക്ക് പോകുന്നില്ല എന്ന് വെക്കുക. അപ്പോൾ എന്താണ്, അതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അത് ബഗ് നമ്മൾ ഡെവലപ്പറിനോട് പറഞ്ഞു, ഡെവലപ്പർ അത് കറക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഈ ഡെവലപ്പർ കറക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളത് ഓക്കെ എന്ന് പറയാൻ പറ്റുമോ, നമ്മൾ അതുകൂടെ ടെസ്റ്റ് ചെയ്യണ്ടേ. അതിനെയാണ് റീടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുപിടിച്ചൊരു ബഗ് ഡെവലപ്പർ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മളതൊന്നുകൂടി ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ റീടെസ്റ്റിംഗ്. ഇനി റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോം ദ റിഗ്രഷൻ ടെസ്റ്റിംഗ് ടു എൻഷുവർ നോ ന്യൂ ഇഷ്യൂസ് ഒക്കെ. അതായത് പുതിയ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് നമ്മൾ എപ്പോഴും തന്നെ എൻഷുർ ചെയ്യണം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഒരു ഇഷ്യൂസ് ഇല്ല എന്ന് നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. അതിനെയാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ്. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് ഓക്കെ വെച്ച കാര്യങ്ങൾ എല്ലാം ഒന്ന് പെർഫോമൻസ് ഒക്കെ കറക്റ്റ് അല്ലേ, ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡോക്യുമെന്റേഷൻ. മെയിൻറ്റെയിൻ ദ ടെസ്റ്റ് റിപ്പോർട്ട് ആൻഡ് ഡെയിലി സ്റ്റാറ്റസ് അപ്ഡേറ്റഡ്. ഓക്കെ, നമ്മൾ നമ്മുടെ ടെസ്റ്റിലെ റിപ്പോർട്ടും അതുപോലെ ഡെയിലി ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റാറ്റസും എല്ലാം നമ്മളൊരു റിപ്പോർട്ട് ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ വെക്കണം എന്നാണ് പറയുന്നത്. ആര്, സോഫ്റ്റ്വെയർ ടെസ്റ്റർ അല്ലെങ്കിൽ ടെസ്റ്റ് എഞ്ചിനീയർ. നെക്സ്റ്റ് ഈസ് കൊളാബറേഷൻ. വർക്ക് ക്ലോസ്ലി വിത്ത് ഡെവലപ്പർ ആൻഡ് ബിസിനസ് അനലിസ്റ്റ്. അതായത് നമ്മൾ നമ്മുടെ വർക്ക്, അപ്പോൾ അത് ടെസ്റ്റ് എഞ്ചിനീയർ എന്തൊക്കെ ഇഷ്യൂസ് കണ്ടുപിടിച്ചു, എങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പേഴ്സും അതുപോലെ തന്നെ ബിസിനസ് അനലിസ്റ്റുമായിട്ട് നമ്മൾ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ അവരുമായിട്ട് വർക്ക് ചെയ്യണം. ഇനി ഗോൾ, എൻഷുവർ ദ പ്രൊഡക്റ്റ് ക്വാളിറ്റി ബിഫോർ റിലീസ്. അതായത്
ഒരു പ്രൊഡക്റ്റ് നമ്മൾ റിലീസ് ചെയ്യുന്നതിന്, ദാറ്റ് മീൻസ് ഒരു വെബ്സൈറ്റ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് വെബ്സൈറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് എടുക്കുക, അത് റിലീസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എൻഷുർ ചെയ്യണം അതിൻ്റെ ക്വാളിറ്റി ഒക്കെ കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ. ഓക്കെ. നെക്സ്റ്റ് ഈസ് ദ ടെസ്റ്റ് ലീഡ്. അതായത് ഈ ടെസ്റ്റ് എഞ്ചിനീയേഴ്സിൻ്റെ ഒക്കെ മെയിൻ ആയിട്ട് വരുന്ന ഒരാളാണ് ടെസ്റ്റ് ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് ലീഡിന്റെ ഡ്യൂട്ടീസ് എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ ടെസ്റ്റ് ലീഡ് മാനേജ് ദ ടെസ്റ്റ് ടീം ആൻഡ് എൻഷുർ ദ ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആർ പ്രോപ്പർലി പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ട്. അപ്പോൾ ഈ ടെസ്റ്റ് ലീഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ടീമിനെ മാനേജ് ചെയ്യണം, അതുപോലെ തന്നെ ടെസ്റ്റിങ്ങിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്, പ്ലാൻ ചെയ്യുന്ന രീതിയിലൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ആരാണ്? ടെസ്റ്റ് ലീഡാണ്. ഇനി ടെസ്റ്റ് ലീഡിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ടെസ്റ്റ് പ്ലാനിങ്. ടെസ്റ്റ് പ്ലാൻ ചെയ്യണം, അതായത് ക്രിയേറ്റ് എ ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെന്റ്, അതായത് ഒരു ടെസ്റ്റ് പ്ലാൻ ഡോക്യുമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിനകത്ത് എന്തൊക്കെയാണ് ടെസ്റ്റിന്റെ സ്കോപ്പ്, അതായത് സ്ട്രാറ്റജി, നമ്മൾ ഏതൊക്കെ ടൂളാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെ ഡെഡ് ലൈൻ, ഏത് ടൈം ലൈനിലാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് പ്ലാൻ ചെയ്യേണ്ടത്? ടെസ്റ്റ് ലീഡാണ് പ്ലാൻ ചെയ്യുന്നത്. ടീം മാനേജ്മെന്റ്. അസൈൻ ദ ടാസ്ക് ടു ദ ടെസ്റ്റ് എഞ്ചിനീയർ, ഗൈഡ് ആൻഡ് മെന്റർ ദ ടീം മെമ്പേഴ്സ്. അതായത് ടെസ്റ്റ് എഞ്ചിനീയേഴ്സിന് ടാസ്ക് അസൈൻ ചെയ്യുകയും അതുപോലെ തന്നെ അവരെ പ്രോപ്പറായിട്ട് മെന്റർ ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, എന്തെങ്കിലും എക്സ്ട്രാ ഇൻഫർമേഷൻസ് നമ്മുടെ കൊടുക്കണമെങ്കിൽ അത് നമ്മൾ കൊടുക്കുകയും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടീം മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? ടെസ്റ്റ് ലീഡാണ്. ഇനി റിവ്യൂ ദ വർക്ക്. Review the test cases prepared by the tester, ensure the proper test coverage. കറക്റ്റ് ആയിട്ടാണോ ടെസ്റ്റ് നടക്കുന്നത്, അതുപോലെ തന്നെ ഈ ടെസ്റ്റ് എഞ്ചിനീയർ പ്രിപ്പയർ ചെയ്യുന്ന ടെസ്റ്റ് കേസസ് ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്യണം, ഇത് കറക്റ്റ് ആയിട്ടാണ് അവർ ടെസ്റ്റ് കേസസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വർക്ക്, അതായത് ടെസ്റ്റ് എഞ്ചിനീയേഴ്സ് നടത്തുന്ന വർക്കൊക്കെ റിവ്യൂ ചെയ്യണം, എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ. ഫോർത്ത് വൺ എന്ന് വെച്ചാൽ ഡിഫക്ട് മാനേജ്മെന്റ് ആണ്. മോണിറ്റർ ദ ഡിഫക്ട് സ്റ്റാറ്റസ്, കോർഡിനേറ്റ് വിത്ത് ഡെവലപ്മെന്റ് ടീം. ഓക്കെ. അതായത് ഡിഫക്ട് സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ലീഡ് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത്, ഡെവലപ്മെന്റ് ടീമൊക്കെ ആയിട്ട് ഒരു കോർഡിനേഷനോട് കൂടി നമ്മൾ അത് ഡിഫക്റ്റിനെ കുറിച്ചൊക്കെ ഒരു ഇതുണ്ടാവണം എന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് വൺ എന്ന് വെച്ചാൽ റിസ്ക് മാനേജ്മെന്റ് ആണ്. ഐഡന്റിഫൈ ദ പ്രൊജക്ട് റിസ്ക്, ടേക്ക് പ്രിവെൻഷൻ ആക്ഷൻസ്. അതായത് ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ബേസ്ഡ് സിസ്റ്റം, ഫോർ എക്സാമ്പിൾ ഒരു ബാങ്ക് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അത് നല്ല ഹൈ സെക്യൂരിറ്റി ആണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും സെക്യൂരിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ പ്രിവെന്റ് ചെയ്യാനുള്ളൊരു എടുക്കണം, അല്ലേ? അല്ലാതെ നമുക്ക് ആ ടെസ്റ്റ് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട് പക്ഷെ അതങ്ങനെ നടന്നോട്ടെ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ അതിനുള്ള പ്രിവെൻഷൻ രീതിയിലുള്ള എന്തെങ്കിലും പ്രൊജക്റ്റിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, നല്ല പ്രിവെൻഷൻസ് നമ്മൾ എടുക്കുക. Sixth one, client communication. Provide the test status report, attend the meeting with the stakeholders. അതായത് നമ്മൾ ഇപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു, ഇന്ന രീതിയിൽ പോകുന്നു, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലയൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും. അപ്പോൾ നമ്മൾ ക്ലയൻറ്റുമായിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. സെവൻത്ത് വൺ, റിലീസ് ദ ഡിസിഷൻ സപ്പോർട്ട്, ഗീവ് ദ സൈൻ ഓഫ് ആഫ്റ്റർ എൻഷുർ ദ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. ഓക്കെ. നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡിലൊക്കെ വന്നു കഴിയുമ്പം നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്, അങ്ങനെയുള്ള റിലീസ് ഡിസിഷനൊക്കെ നമ്മളൊരു സപ്പോർട്ടായിട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആയിട്ട് എല്ലാം ഓക്കെയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇത് റിലീസ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കൊടുക്കുന്നതൊക്കെ ആരാണ്? ഈ ടെസ്റ്റ് ലീഡാണ്. ഇനി ഈ ടെസ്റ്റ് ലീഡിൻ്റെ മെയിൻ ഗോൾ എന്താ പറഞ്ഞാൽ, ഡെലിവർ എ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഓൺ ടൈം വിത്ത് എ പ്രോപ്പർ കോർഡിനേഷൻ. കറക്റ്റ് ആയിട്ടുള്ള കോർഡിനേഷൻ, അതായത് എല്ലാ ടെസ്റ്റ് എഞ്ചിനീയറിൻ്റെയും കോർഡിനേഷൻ കറക്റ്റ് ആക്കിക്കൊണ്ട് ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് ഓൺ ടൈം ക്ലയൻറ്റ് എപ്പോഴാണോ ആവശ്യപ്പെടുന്ന ആ ഒരു ടൈമിൽ ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ടെസ്റ്റ് ലീഡിൻ്റെ ഗോൾ എന്ന് പറയുന്നത്.